ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേശൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഗ്രോ ബാഗ് എങ്ങനെ നിറക്കാം എന്നുള്ളതാണ്. രണ്ട് രീതിയിൽ ഗ്രോ ബാഗ് നിറക്കുന്ന രീതിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഗ്രോ ബാഗ് നിറക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എല്ലാവർക്കും അറിയാം ഇപ്പോൾ പച്ചക്കറികളൊക്കെ നടാനുള്ള സമയമായി എന്നുള്ളത്. പച്ചക്കറി നടുന്ന സമയത്ത് എല്ലാവർക്കുമുള്ള പരാതികളാണ് കൃഷിസ്ഥലമില്ല, നല്ല വളക്കൂറുള്ള മണ്ണ് ഇല്ല എന്നൊക്കെ. അതിനുള്ള പരിഹാര മാർഗവുമായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഗ്രോ ബാഗ് നിറയ്ക്കാം എന്നുള്ളത് കാണാം. ഇത് നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് കരിയില ആവശ്യമാണ്. പിന്നെ ഇത് കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും പിന്നെ ചാരവും ഇത് കൂടി മിക്സ് ആക്കിയിട്ടുള്ളതാണ് ഇത് ഏകദേശം ഒരു 15 ദിവസത്തിന് മുമ്പേ ഇത് തയ്യാറാക്കിയിട്ട് വയ്ക്കേണ്ടതാണ്. ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് നല്ല പൊടി പോലെ ആക്കിയിട്ട് നമ്മൾ വയ്ക്കണം. ഇനി നമുക്ക് ഗ്രോ ബാഗ് എങ്ങനെ നിറക്കാം എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഗ്രോ ബാഗിൻ്റെ പകുതിയോളം കരിയില നിറക്കുക. അങ്ങനെ പകുതിയോളം കരിയില നിറക്കുക. അതിനുശേഷം നമ്മൾ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും പിന്നെ ചാരവും മിക്സ് ചെയ്തത് ഇതിന് മുകളിലായിട്ട് വിതറുക. അപ്പോൾ നമുക്ക് പകുതിയോളം നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കാം. അതിനുശേഷം നമുക്ക് വിത്തുകൾ ഓരോന്നായിട്ട് ഗ്രോ ബാഗിലേക്ക് നടാവുന്നതാണ്. ആദ്യം ചെയ്ത രീതി എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായി ചെയ്തു വരുന്ന രീതിയാണ്, എങ്ങനെയാണ് ഗ്രോ ബാഗ് നിറയ്ക്കുക എന്നുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്ന രീതി എൻ്റെ വീടിനടുത്തുള്ള ഒരു കൃഷിക്കാരൻ എനിക്ക് പറഞ്ഞു തന്നതാണ്. സദാനന്ദൻ എന്നാണ് അയാളുടെ പേര്. അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്ന രീതിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഗ്രോ ബാഗ് എടുക്കുക. ഇത് പ്രധാനമായും മണ്ണ് കിട്ടാൻ പ്രയാസമുള്ളവരും പിന്നെ അതുകൂടാണ്ട് വളം കിട്ടാൻ പ്രയാസമുള്ളവർക്കും ഏറ്റവും അനുയോജ്യമായ രീതിയാണ് ഇത്. ആദ്യം തന്നെ ഇത് ചകിരിയാണ്. ഈ ചകിരി ഫസ്റ്റിൽ ഗ്രോ ബാഗിൽ പകുതിയോളം നിറക്കുക. ചകിരി ഇങ്ങനെ നിറക്കുക. അതിനുശേഷം കരിയില വീണ്ടും നിറക്കുക. പകുതിയോളം കരിയില നിറക്കുക. അതിനു മുമ്പേ ഫസ്റ്റിൽ തന്നെ നമ്മൾ ഒരു കുപ്പി ഇതിന് നടുവിലായിട്ട് വയ്ക്കണം. ഒരു കുപ്പി ഇതിന് നടുവിലായി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇതൊക്കെ നിറക്കുക. ഇതൊക്കെ നിറച്ചതിന് ശേഷം കുറച്ച് ചാണകവളം ഇതിന് മുകളിലായിട്ട് വിതറി കൊടുക്കുക. അതിനുശേഷം എന്താണെന്നോ ചെയ്യേണ്ടത്, ഈ കുപ്പി മെല്ലനെ ഊരിയെടുക്കുക. അതിനുശേഷം ഈ വിടവിലേക്ക് നമ്മൾക്ക് കുറച്ച് ചാണകപ്പൊടിയും അതുകൂടാണ്ട് കുറച്ച് ചാരപ്പൊടിയും ഇതിലേക്ക് വിതറുക. അതിനുശേഷം നമ്മൾക്ക് ഏത് തൈയാണോ നടാനുള്ളത് ആ പച്ചക്കറി തൈ ഇവിടെ നട്ട് കൊടുക്കുകയും ഇങ്ങനെ മൂടി കൊടുക്കുകയും ചെയ്യാം. വെജിറ്റബിളിൻ്റെ വേസ്റ്റ് മുഴുവൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്താൽ നമ്മൾക്ക് നന്നായിട്ട് വിളവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്ത ബീൻസ് ചെടിയാണ് ഈ കാണുന്നത്. ഞാൻ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എൻ്റെ ചെടി ഇതാ വളർന്ന് പന്തലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളാരും പറയാൻ പാടില്ല എനിക്ക് കൃഷിസ്ഥലമില്ല, എനിക്ക് വളമില്ല എന്നൊക്കെ നിങ്ങൾ പറയാൻ പാടില്ല. ഈ ചാനലിൽ നിങ്ങൾ കണ്ടില്ലേ ഗ്രോ ബാഗ് എങ്ങനെയാണ് നിറക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.